എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞുള്ള ചില കാര്യങ്ങളുണ്ടായിരുന്നു, വളരെ അസ്വാഭാവികം നിറഞ്ഞ കാര്യങ്ങൾ. എന്നെ കാണാനായിട്ട് ആണ് പെണ്ണായ പോലെ, പ്രോസ്റ്റിറ്റ്യൂട്ടിനെ പോലെ, അല്ലെങ്കിൽ ഒരാളെന്നെ ഉപദ്രവിക്കാൻ വന്നിട്ടെങ്കിൽ നീ വേറൊന്നും നോക്കേണ്ട, തുണി അഴിച്ചിട്ട് കാണിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ ഒരുപാട് വൃത്തികെട്ട വർത്തമാനങ്ങൾ എന്നോട് പറയുമായിരുന്നു. എൻ്റെ ഉപ്പ എങ്ങനെയാണ് സെക്സ് ചെയ്യുന്നതടക്കമുള്ള മോശമായിട്ടുള്ള സംസാരങ്ങൾ. അതുപോലെ തന്നെ ഒരു കൂട്ടുകാരന് എൻ്റെ റൂമിലേക്ക് കടന്നു വരാനുള്ള അവസരം കൊടുക്കുക, അത് നമ്മൾ പറയുമ്പോൾ അതിനെ വളരെ നിസ്സാരവൽക്കരിച്ച് പറയുക. ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹം എന്നോട് ചെയ്യുമായിരുന്നു. ഇത് മാത്രമല്ല, ഇദ്ദേഹത്തിന് നമ്മൾ ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആൾ ചെയ്യുന്നത് അസഭ്യം പറയലും അതുപോലെ തന്നെ അടിയുമായിരുന്നു. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇതിനുള്ള പ്രതികാരം വീട്ടുന്ന നിലക്ക് കുറേ മാസങ്ങൾ പുള്ളി തന്നെ വീട്ടിൽ മിണ്ടാതിരിക്കും. ആ സമയത്ത് ഞങ്ങൾക്ക് അടിസ്ഥാന കാര്യങ്ങൾ പോലും ആൾ ചെയ്തു തരില്ല. എൻ്റെ ഭർത്താവ് അദ്ദേഹം സമാധാനവും സ്നേഹവും തരില്ല എന്ന് മാത്രമല്ല, അതെല്ലാം ഉണ്ട് അഭിനയിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം. എപ്പോഴും ഇദ്ദേഹം സൈക്കോ അല്ലെങ്കിൽ അബ്നോർമൽ അല്ല. ചില സമയങ്ങളിലാണ് ഇദ്ദേഹം നോർമൽ ആവുന്നത്, ബാക്കി എല്ലാ സമയത്തും ഇദ്ദേഹം അബ്നോർമലായിട്ടാണ് നമ്മുടെ അടുത്ത് പെരുമാറുന്നത്. അപ്പം മക്കളുടെ അടുത്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മോളുടെ അടുത്ത് മോളോട് പീരീഡ്സിനെ കുറിച്ച് മോശമായിട്ട് ചോദിക്കുക, അവളുടെ ഷേപ്പിനെ കുറിച്ച് ആസ്വദിച്ച് പറയുക, ഒരിക്കലും അവളുടെ ചുണ്ടത്ത് കിസ് ചെയ്യുക, അതൊക്കെ അവളെ ഭയങ്കരമായിട്ടൊരു ട്രോമയിലേക്കാണ് ആക്ച്വലി കൊണ്ടുപോയത്. അത് കഴിഞ്ഞിട്ടാണ് ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ കാണുന്നത് എൻ്റെ മകളുടെ മേത്ത് ഇയാൾ കയറി കിടക്കുന്നത് കാണുന്നത്. അതോടുകൂടി ഞങ്ങളതിനെ പ്രതികരിക്കുകയും ആ സമയത്താണ് അയാൾ എൻ്റെ മൂക്കിലേക്ക് ഇടിച്ച് മൂക്കിന്ന് ബ്ലഡൊക്കെ വരികയും 2 ആൺകുട്ടികളും കൂടെ ഉണ്ട് എനിക്ക്. അവരെ ഇതുപോലെ തന്നെ എടുത്തെറിയുക, അവരുടെ തലയുടെ മുകളിലേക്ക് പ്ലേറ്റ് എടുത്തെറിയുക, കസേര എടുത്തെറിയുക, അവരെ ചവിട്ടി നിലത്തേക്ക് ഇടുക, ഇതുപോലെയുള്ള അതും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ. അവർ ചിലപ്പോൾ സ്കൂളിൽ പോകാതിരിക്കുന്നതിനായിരിക്കാം. ഉദാഹരണത്തിന് എൻ്റെ മകളെ 5 വയസ്സിൽ കഴുത്തിന് പിടിച്ച് പൊക്കി എടുത്തെറിഞ്ഞിട്ടൊക്കെ ഉണ്ട്. അതിൽ ആ മകൾക്ക് ഇപ്പോഴും കഴുത്തിനും ചെവിക്കും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടുത്തെ ഒരു മീഡിയേറ്ററോട് സംസാരിച്ചപ്പോൾ ആ മീഡിയേറ്റർ ആളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം ആദ്യം ആ സമയത്ത് നിഷേധിച്ചൊന്നുമില്ല, എല്ലാം ഉള്ളതാണെന്നൊക്കെ തന്നെ പറഞ്ഞു. പക്ഷെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അതിനൊക്കെ എന്താണ്, ഇതൊക്കെ എല്ലാ കുടുംബത്തിലും നടക്കുന്നതല്ലേ, എല്ലാ ആണുങ്ങളും ചെയ്യുന്നതല്ലേ എന്നൊക്കെയുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത്. അതിനുശേഷമാണ് ഈ മീഡിയേറ്റർക്ക് അദ്ദേഹം ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുന്നു. അതിൽ ഞങ്ങളുടെ യൂസ്ഡ് സാനിറ്ററി പാഡിന്റെ ഫോട്ടോ ആണ് ഉണ്ടായിരുന്നത്. അത് കണ്ടതോടുകൂടിയാണ് ഇദ്ദേഹം എന്നോട് പറഞ്ഞത് ഇതൊരു അബ്നോർമൽ പേഴ്സണാലിറ്റി ആണ്, നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഇതുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതിനൊരു കാരണം ഉണ്ടായിരുന്നു, ഒരു ഹിസ്റ്ററി ഉണ്ടായിരുന്നു. അതായത് എൻ്റെ ഹസ്ബൻഡിന്റെ പാരന്റ്സ് ചെറുപ്പത്തിൽ ഡിവോഴ്സായി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് തൊട്ട് അയാൾ അനുഭവിച്ചിട്ടുള്ള ഒരു ട്രോമ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിൽ ഈ ഒരു ട്രോമ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. ഞങ്ങളെ പീഡിപ്പിച്ചിട്ടായിരുന്നു അത് അയാൾ ഓവർകം ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ആകെ ഇത് പറഞ്ഞിരുന്നത് എൻ്റെ ഉമ്മാനോട് മാത്രമായിരുന്നു. ആ സമയത്ത് ഉമ്മ എന്നോട് പറഞ്ഞിരുന്നത്, നമുക്കിത് അബദ്ധം പറ്റിപ്പോയി മോളെ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആരോട് നമ്മളിത് പറയും, പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ വിശ്വസിക്കോ എന്നൊക്കെ രീതിയിൽ പറയും. അതിനിടയ്ക്ക് 3 കുട്ടികളായി. ഈ 3 കുട്ടികളെ നോക്കാനും അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ജോലിയും ഞാൻ ഉപേക്ഷിച്ചു. ആ സമയത്ത് എൻ്റെ ഉമ്മയിൽ നിന്നും ഒരു വല്ലാത്തൊരു മാറ്റമാണ് ഞാൻ കണ്ടത്. നീ പെണ്ണല്ലേ, അവനാണല്ലേ, അവൻ്റെ കയ്യിൽ പൈസ ഇല്ലേ, നീ സഹിക്ക്, ക്ഷമിക്ക്, സഹകരിക്ക്, ഇതൊക്കെ നിന്റെ തോന്നലാണ്, നീ കളവ് പറയുന്നതാണ്, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് എൻ്റെ ഉമ്മയുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. പക്ഷെ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ഭർത്താവാണെങ്കിൽ ഒരു കാരണമില്ലാതെ പ്രകോപിച്ചുകൊണ്ടിരിക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് ഉമ്മാനോട് ഇതെല്ലാം പറയുമ്പോൾ ഉമ്മ എൻ്റെ തോന്നലാണെന്ന് പറയുന്നു. ആ സമയത്ത് എൻ്റെ ജോലി ഇല്ലാത്ത സമയത്താണ്, എൻ്റെ ജോലിയെ ഉപേക്ഷിച്ച സമയത്താണ് ഉമ്മ എന്നോട് ആ രീതിയിൽ പ്രതികരിക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ ഭർത്താവ് എൻ്റെ പാരൻസിന് കുറച്ച് സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു. അവർക്ക് എൻ്റെ ഹസ്ബൻഡ് ലക്ഷങ്ങൾ കൊടുത്ത് വീട് വയ്ക്കാനായിട്ട് സഹായിച്ചു എന്നുള്ളത് ഞാൻ അറിയുന്നത്. പക്ഷെ ആ സംഭവം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ പിന്നെ കണ്ടത്, മരുമകനെ പ്രീതിപ്പെടുത്താൻ എന്നവണ്ണം എൻ്റെ ഉമ്മ ചെയ്ത ചില പ്രവർത്തികളുണ്ട്. എൻ്റെ തലയിലൂടെ ഉമ്മ യൂറിൻ കോരിയൊഴിക്കുകയുണ്ടായി. അതുപോലെ തന്നെ എൻ്റെ മകനെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് എൻ്റെ ഉമ്മ കാലിൽ പിടിച്ചമർത്തുകയും കഴുത്തിന് കയറി പിടിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ട് പോലീസുകാരടക്കം ആ ഒരു സത്യാവസ്ഥ ഞങ്ങളുടെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പോലീസ് സ്റ്റേഷനിൽ കിട്ടിയിട്ടുള്ള സപ്പോർട്ട്, അതുപോലെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയിട്ടുള്ള സപ്പോർട്ട്, നാട്ടുകാരിൽ നിന്ന് കുറച്ചുകൂടി കിട്ടിയിട്ടുള്ള സപ്പോർട്ടാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ ഞങ്ങളെ എത്തി നിർത്താൻ കാരണമായത്. അതേസമയം എൻ്റെ ഉമ്മയുടെ കുടുംബക്കാർ വളരെ മോശമായിട്ടാണ് ഞങ്ങളോട് പെരുമാറിയിട്ടുള്ളത്. ഇപ്പോഴും ഞങ്ങളോട് ചോദിക്കുന്നത്, നിനക്ക് സഹിച്ചാൽ പോരെ, നിനക്കത് ക്ഷമിച്ചാൽ പോരെ, അതാണല്ലേ, അവനാണല്ലേ, അവൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ള ചോദ്യങ്ങളാണ് എൻ്റെ ഉമ്മയുടെ കുടുംബക്കാരിൽ നിന്നും ഇപ്പോഴും എനിക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കുടുംബക്കാരൊന്നും സഹകരിക്കാതിരിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാതിരിക്കുന്നു. ഞങ്ങൾ സ്വയം നിന്ന് മുന്നേറി വരുന്നു. മക്കളെ നോക്കാൻ വേണ്ടി ഈ 40കൾ ഞാൻ എത്തിയത് മീഡിയയിലേക്ക്, അതും ഒരു ചാനൽ അവതാരികയായിട്ട്. ഇതുപോലെ വിഷമം അനുഭവിക്കുന്ന സ്ത്രീകളോട് പറയാനുള്ളത്, എന്നെ പോലെ ഇങ്ങനത്തെ കുടുംബാംഗങ്ങളും അല്ലെങ്കിൽ കുടുംബക്കാരും പാരൻസും ചിലർക്ക് കിട്ടിയേക്കാം, സ്വന്തം പാരൻസ് നിങ്ങൾക്ക് കിട്ടിയേക്കാം. നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് അതിൽ ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ ഒളിച്ചോടലിലേക്കോ മാനസിക നില തെറ്റലിലേക്കോ പോകാതെ നിങ്ങൾ ചെയ്യേണ്ടത് അതിനെ പ്രതികരിക്കാൻ പഠിക്കുക, പ്രതിരോധിക്കാൻ പഠിക്കുക. ഒപ്പം തന്നെ നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക. ഏതൊരു സ്ത്രീയും ആദ്യം ചെയ്യേണ്ടത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷം മാത്രം ഒരു വിവാഹത്തിലേക്ക് പോകുക. അതുപോലെ പാർട്ട്ണർ ഒരു അബ്നോർമൽ പേഴ്സണാലിറ്റി അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക. ആക്ച്വലി ഇങ്ങനത്തെ ഒരു ഡിസോർഡറുള്ള ആൾക്കാർ, നാർസിസ്റ്റ് ആണെങ്കിൽ പ്രത്യേകിച്ച്, അവർക്കൊരു പ്രത്യേക കഴിവാണ് വിക്ടിംസിന്റെ തന്നെ, അതായത് ഇരയുടെ
കുടുംബക്കാരെ അല്ലെങ്കിൽ അവരുടെ സ്വന്തക്കാരെ തന്നെ വിക്ടിമിനെതിരെ ആക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് അവർക്കുള്ളത് കൊണ്ടും ടോക്സിക് ആണ് ആ കുടുംബക്കാരും പാരന്റ്സും സ്വന്തം പാരന്റ്സും ടോക്സിക് കൂടെ ആണെങ്കിൽ, എന്റെ സ്വന്തം പാരന്റ്സിന്റെ കാര്യമാണ് ഞാൻ ഇത്രയും പറഞ്ഞിട്ടോ, അവർ ടോക്സിക്കും കൂടെ ആണെങ്കിൽ ഈ പറഞ്ഞ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്ക്, അബ്യൂസർക്ക് വളരെ എളുപ്പമാണ് ആ വിക്ടിമിനെതിരെ എല്ലാവരെയും ആക്കാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ദുരന്ത ജീവിതം ഉണ്ടായത്. ആക്ച്വലി ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ പതറാതെ, അതിൽ പേടിക്കാതെ നമ്മൾ അതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടാക്കുകയും അതിനെക്കുറിച്ച് പ്രതികരിക്കാനും പ്രതിരോധിക്കാനും തയ്യാറായിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്ത്രീകൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും.